അധ്യായം 44. മിസ്രയീം ദേശത്ത് മിഗ്ദോലിലും തഹ്പനേസിലും നോഫിലും പത്രോസ് ദേശത്തും പാർക്കുന്ന സകല യഹൂദന്മാരെയും കുറിച്ച് യിരെമ്യാവിനുണ്ടായ അരുളപ്പാടെന്തെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ യെരൂശലേമിലും സകല യഹൂദ പട്ടണങ്ങളിന്മേലും വരുത്തിയിരിക്കുന്ന അനർത്ഥമൊക്കെയും നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അവ ശൂന്യമായിരിക്കുന്നു, ആരും അവയിൽ വസിക്കുന്നതുമില്ല. അത് അവരോ നിങ്ങളോ നിങ്ങളുടെ പിതാക്കന്മാരോ അറിയാത്ത അന്യദേവന്മാർക്ക് ധൂപം കാട്ടുവാനും അവയെ സേവിപ്പാനും ചെന്ന് എന്നെ കോപിപ്പാൻ തക്കവണ്ണം അവർ ചെയ്ത ദോഷം നിമിത്തമത്രേ. ഞാൻ ഇടവിടാതെ പ്രവാചകന്മാരായ എന്റെ ദാസന്മാരൊക്കെയും നിങ്ങളുടെ അടുക്കൽ അയച്ച് ഞാൻ വെറുക്കുന്ന ഈ മ്ലേച്ഛകാര്യം നിങ്ങൾ ചെയ്യരുതെന്ന് പറയിച്ചു. എന്നാൽ അവർ അന്യദേവന്മാർക്ക് ധൂപം കാട്ടാതവണ്ണം തങ്ങളുടെ ദോഷം വിട്ടു തിരിയേണ്ടതിന് ശ്രദ്ധിക്കാതെയും ചെവി ചായ്ക്കാതെയുമിരുന്നു. അതുകൊണ്ട് എന്റെ ക്രോധവും കോപവും ചൊരിഞ്ഞ് യഹൂദ പട്ടണങ്ങളിലും യെരൂശലേം വീഥികളിലും ജ്വലിച്ച് അവ ഇന്ന് ശൂന്യവും നാശവുമായി കിടക്കുന്നു. ആകയാൽ ഇസ്രായേലിന്റെ ദൈവമായി സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: നിങ്ങൾക്ക് ശേഷിപ്പായി ആരും ഇല്ലാതാകും വണ്ണം യഹൂദായുടെ മധ്യേ നിന്ന് പുരുഷനെയും സ്ത്രീയെയും പൈതലിനെയും മുല കുടിക്കുന്ന കുഞ്ഞിനെയും ഛേദിച്ചു കളയേണ്ടതിനും നിങ്ങൾ വന്ന് പാർക്കുന്ന മിസ്രയീം ദേശത്ത് വച്ച് അന്യദേവന്മാർക്ക് ധൂപം കാണിച്ച് നിങ്ങളുടെ കൈകളുടെ പ്രവൃത്തികൾ കൊണ്ട് എന്നെ കോപിപ്പിക്കുന്നതിനാൽ നിങ്ങളെ തന്നെ ഛേദിച്ചു കളഞ്ഞിട്ട് സകല ഭൂജാതികളുടെയും ഇടയിൽ നിങ്ങൾ ശാപവും നിന്ദയും ആയി തീരേണ്ടതിനും നിങ്ങളുടെ പ്രാണഹാനിക്കായി ഈ മഹാദോഷം ചെയ്യുന്നതെന്ത്? യഹൂദാദേശത്തും യെരൂശലേമിന്റെ വീഥികളിലും നിങ്ങളുടെ പിതാക്കന്മാർ ചെയ്ത ദോഷങ്ങളും യഹൂദാ രാജാക്കന്മാർ ചെയ്ത ദോഷങ്ങളും അവരുടെ ഭാര്യമാർ ചെയ്ത ദോഷങ്ങളും നിങ്ങൾ ചെയ്ത ദോഷങ്ങളും നിങ്ങളുടെ ഭാര്യമാർ ചെയ്ത ദോഷങ്ങളും നിങ്ങൾ മറന്നുപോയോ? അവർ ഇന്നുവരെയും തങ്ങളെ തന്നെ താഴ്ത്തിയില്ല. അവർ ഭയപ്പെടുകയോ ഞാൻ നിങ്ങളുടെ മുമ്പിലും നിങ്ങളുടെ പിതാക്കന്മാരുടെ മുമ്പിലും വച്ച ന്യായപ്രമാണവും ചട്ടങ്ങളും അനുസരിച്ച് നടക്കുകയോ ചെയ്തതുമില്ല. അതുകൊണ്ട് ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ അനർത്ഥത്തിനായിട്ട് യഹൂദായെ മുഴുവനും ഛേദിച്ചു കളയുവാനായിട്ട് തന്നെ എന്റെ മുഖം നിങ്ങൾക്ക് എതിരായി വയ്ക്കുന്നു. മിസ്രയീം ദേശത്ത് ചെന്ന് പാർപ്പാൻ അവിടെ പോകേണ്ടതിന് മുഖം തിരിച്ചിരിക്കുന്ന യഹൂദാ ശിഷ്ടത്തെ ഞാൻ പിടിക്കും. അവരെല്ലാവരും മുടിഞ്ഞുപോകും. മിസ്രയീം ദേശത്ത് അവർ വീണ്ടും വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും അവർ മുടിഞ്ഞുപോകും. അവർ ആബാലവൃദ്ധം വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മരിക്കും. അവർ പ്രാക്കിനും സ്തംഭനത്തിനും ശാപത്തിനും നിന്ദയ്ക്കും വിഷയമായി തീരും. യഹൂദാശിഷ്ടത്തിൽ ആരും അവർക്ക് മടങ്ങിച്ചെന്ന് പാർപ്പാൻ ആഗ്രഹമുള്ള യഹൂദാദേശത്തേക്ക് മടങ്ങിപ്പോകാൻ തക്കവണ്ണം ചാടിപ്പോകയില്ല, ശേഷിക്കുകയുമില്ല. വഴുതിപ്പോകുന്ന ചിലരല്ലാതെ ആരും മടങ്ങിപ്പോകയില്ല. അതിന് തങ്ങളുടെ ഭാര്യമാർ അന്യദേവന്മാർക്ക് ധൂപം കാട്ടിയിട്ടുണ്ടെന്ന് അറിഞ്ഞ സകല പുരുഷന്മാരും മഹാസംഘമായി അരികെ നിന്ന സകല സ്ത്രീകളും മിസ്രയീം ദേശത്ത് പത്രോസിൽ പാർത്ത സകല ജനവും യിരെമ്യാവിനോട് ഉത്തരം പറഞ്ഞത്: നീ യഹോവയുടെ നാമത്തിൽ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്ന വചനം സംബന്ധിച്ച് ഞങ്ങൾ നിന്നെ കൂട്ടാക്കുകയില്ല. ആകാശരാജ്ഞിക്ക് ധൂപം കാട്ടുകയും അവൾക്ക് പാനീയബലി പകരുകയും ചെയ്യും എന്ന് ഞങ്ങൾ നേർന്നിരിക്കുന്ന നേർച്ചയൊക്കെയും ഞങ്ങൾ നിവർത്തിക്കും. ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും രാജാക്കന്മാരും പ്രഭുക്കന്മാരും യഹൂദ പട്ടണങ്ങളിലും യെരൂശലേം വീഥികളിലും ചെയ്തതുപോലെ തന്നെ. അന്ന് ഞങ്ങൾക്ക് വേണ്ടുവോളം ആഹാരവും സുഖവുമുണ്ടായിരുന്നു, ഒരു അനർത്ഥവും നേരിട്ടിരുന്നില്ല. എന്നാൽ ഞങ്ങൾ ആകാശരാജ്ഞിക്ക് ധൂപം കാട്ടുന്നതും പാനീയ ബലി പകരുന്നതും നിർത്തിയത് മുതൽ ഞങ്ങൾക്കെല്ലാം ബുദ്ധിമുട്ട് തന്നെ. ഞങ്ങൾ വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മുടിയുന്നു. ആകാശരാജ്ഞിക്ക് ധൂപം കാട്ടുകയും പാനീയ ബലി പകരുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ അവളുടെ രൂപത്തിൽ അട ഉണ്ടാക്കുന്നതും അവൾക്ക് പാനീയങ്ങൾ പകരുന്നതും ഞങ്ങളുടെ ഭർത്താക്കന്മാരെ കൂടാതെയോ? അപ്പോൾ യിരെമ്യാവ് സകല ജനത്തോടും പുരുഷന്മാരോടും സ്ത്രീകളുമായി തന്നോട് ഉത്തരം പറഞ്ഞ സകല ജനത്തോടും തന്നെ
പറഞ്ഞതെന്തെന്നാൽ, യഹൂദാ പട്ടണങ്ങളിലും യെരൂശലേമിന്റെ വീഥികളിലും നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരും രാജാക്കന്മാരും പ്രഭുക്കന്മാരും ദേശത്തുള്ള ജനവും ധൂപം കാട്ടിയത് യഹോവ ഓർത്തില്ലയോ? അവന്റെ മനസ്സിൽ അത് വന്നില്ലയോ? നിങ്ങളുടെ ദുഷ്പ്രവർത്തികൾ നിമിത്തവും നിങ്ങൾ പ്രവർത്തിച്ച മ്ലേച്ഛത നിമിത്തവും യഹോവയ്ക്ക് സഹിപ്പാൻ വഹിയാതെയായി. അതുകൊണ്ട് നിങ്ങളുടെ ദേശം ഇന്ന് നിവാസികളില്ലാതെ ശൂന്യവും സ്തംഭനഹേതുവും ശാപവിഷയവും ആയിത്തീർന്നിരിക്കുന്നു. നിങ്ങൾ യഹോവയുടെ വാക്കനുസരിക്കാതെയും അവന്റെ ന്യായപ്രമാണവും ചട്ടങ്ങളും സാക്ഷ്യങ്ങളും പ്രമാണിച്ച് നടക്കാതെയും ധൂപം കാട്ടി യഹോവയോട് പാപം ചെയ്യുകകൊണ്ട് ഇന്നീ അനർത്ഥം നിങ്ങൾക്ക് വന്ന് ഭവിച്ചിരിക്കുന്നു. പിന്നെയും യിരെമ്യാവ് സകല ജനത്തോടും സകല സ്ത്രീകളോടും പറഞ്ഞത്, മിസ്രയീം ദേശത്തിരിക്കുന്ന യഹൂദന്മാരായ നിങ്ങളെല്ലാവരും യഹോവയുടെ വചനം കേൾപ്പിൻ. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ആകാശരാജ്ഞിക്ക് ധൂപം കാട്ടുവാനും പാനീയബലി പകരുവാനും നേർന്നിരിക്കുന്ന നേർച്ചകളെ ഞങ്ങൾ നിവർത്തിക്കും എന്ന് നിങ്ങളും നിങ്ങളുടെ ഭാര്യമാരും വായ്കൊണ്ട് പറയുകയും കൈകൊണ്ട് അനുഷ്ഠിക്കുകയും ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ നേർച്ചകളെ ഉറപ്പാക്കിക്കൊള്ളുവിൻ, നിങ്ങളുടെ നേർച്ചകളെ അനുഷ്ഠിച്ചുകൊള്ളുവിൻ. അതുകൊണ്ട് മിസ്രയീം ദേശത്ത് പാർക്കുന്ന സകല യഹൂദന്മാരുമായുള്ളോരെ, യഹോവയുടെ വചനം കേൾപ്പിൻ. മിസ്രയീം ദേശത്തെ ഒരു യഹൂദനും വായെടുത്ത് യഹോവയായ കർത്താവാണ് എന്നിങ്ങനെ എന്റെ നാമം ഇനി ഉച്ചരിക്കയില്ല എന്ന് ഞാൻ മഹത്തായ നാമം ചൊല്ലി സത്യം ചെയ്യുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഞാൻ അവരുടെ നന്മയ്ക്കായിട്ടല്ല തിന്മയ്ക്കായിട്ടത്രേ ജാഗരിച്ചിരിക്കും. മിസ്രയീം ദേശത്തിലെ എല്ലാ യഹൂദന്മാരും വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും നശിച്ച് മുടിഞ്ഞുപോകും. എന്നാൽ വാളിന് തെറ്റി ഒഴിയുന്ന ഏതാനും പേർ മിസ്രയീം ദേശത്തുനിന്ന് യഹൂദാദേശത്തേക്ക് മടങ്ങിവരും. മിസ്രയീം ദേശത്ത് വന്ന് പാർക്കുന്ന ശേഷം യഹൂദന്മാരൊക്കെയും എന്റെ വചനമോ അവരുടേതോ ഏത് നിവൃത്തിയായി എന്നറിയും. എന്റെ വചനം നിങ്ങളുടെ തിന്മയ്ക്കായി നിവൃത്തിയായി വരുമെന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ ഈ സ്ഥലത്ത് വച്ച് നിങ്ങളെ സന്ദർശിക്കും എന്നത് നിങ്ങൾക്കൊരു അടയാളമാകും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ യഹൂദാ രാജാവായ സിദക്കിയാവെ അവന്റെ ശത്രുവും അവന് പ്രാണഹാനി വരുത്തുവാൻ നോക്കിയവനുമായ നെബൂഖദ്നേസർ എന്ന ബാബേൽ രാജാവിന്റെ കൈയിൽ ഏൽപ്പിച്ചതുപോലെ ഞാൻ മിസ്രയീം രാജാവായ ഫറവോൻ ഹോഫ്രയെയും അവന്റെ ശത്രുക്കളുടെ കൈയിലും അവന് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവരുടെ കൈയിലും ഏൽപ്പിക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു.